യുദ്ധമെല്ലാം അവസാനിച്ചു. ഇന്ത്യക്ക് ആവശ്യത്തിന് ഇന്ധനവും ഇനി കിട്ടിയേക്കും. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ ഈ ട്രംപ് പറയുന്നത് ഇന്ന് ഡീലാകുമെന്നാണ്. ഇന്ന് ഡീല് ഒപ്പുവെക്കാൻ പോവുകയാണ് ഇറാനുമായിട്ടെന്നാണ്. അത് നടക്കുമോ സാർ? ഇന്ന് തന്നെ ഈ സമാധാനത്തിലേക്കുള്ള ഇത്രയും വേഗം എത്തുമോ നമ്മൾ? എൻ്റെ പ്രിയൻ, ട്രംപ് പറഞ്ഞ യുദ്ധം തുടങ്ങിയതിന് ശേഷം പറഞ്ഞ കണക്കുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം ഒരു 40 തവണ ഡീലായി എന്ന് പറഞ്ഞു. ഈ ഡീലൊന്നും ആയുമില്ല, കൂടുതൽ സംഗതി മോശമാവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, സൈറസ് എന്താ പറയുക, വാൻസ് അല്ലേ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജെ ഡി വാൻസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എപ്പോഴും മാറിപ്പോയി. സൈറസ് വാൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പണ്ട്, സ്റ്റേറ്റ് സെക്രട്ടറി എന്തായിട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹിഗ്സേത്തും പറഞ്ഞിട്ടുണ്ട് ഡീൽ ഒപ്പിടുന്നു. അപ്പോൾ നമുക്കത് കുറച്ച് വിൽ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഡീൽ ഒപ്പിടാം എന്നൊക്കെ ഒപ്പിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ പരിഹരിക്കപ്പെടാത്ത 2 പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം അമേരിക്ക തുടങ്ങിയത്? ഇറാൻ്റെ ആണവശക്തി ഇല്ലാതാക്കുക. അതിനെ പറ്റിയിട്ട് ഈ ഡീലിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ വേറൊന്നുള്ളത്, ഈ ഹോർമസ് സ്ട്രെയിറ്റിൻ്റെ നിയന്ത്രണം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഇറാനുള്ള പരമാധികാരം, അത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമേരിക്ക പറയണ അതൊന്നുമല്ല, ഹോർമസ് സ്ട്രെയിറ്റിൽ വഴി എല്ലാ കപ്പലുകൾക്കും പോകാനുള്ള അവകാശമുണ്ട്. അവർ പറയണ എന്താണ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഉണ്ട്, ലാൻഡ് ഓൺ ദ ലോ ഓഫ് ദ സീ എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോർമസ് സ്ട്രെയിറ്റിൽ കൂടി ഞങ്ങൾ കപ്പൽ കടത്തിവിടാം, പക്ഷേ ഞങ്ങൾ ടോള് കളക്ട് ചെയ്യില്ല, പക്ഷേ സർവീസ് ചാർജ് മേടിക്കുന്നു. അപ്പോൾ ടോളിൻ്റെ പകരം സർവീസ് ചാർജ്, രണ്ടും വ്യത്യാസമുണ്ടല്ലോ, പേര് മാറ്റണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ഇവിടെ പാലിയേക്കര മറ്റേ ഹൈവേയിൽ വന്നിട്ട് നമ്മൾ ടോള് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരൂറിലല്ലേ അവിടെ ടോള് കൊടുക്കുന്നുണ്ട്. ടോളിൻ്റെ പകരം സർവീസ് ചാർജ് മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ദി സെയിം, യുനോ. അപ്പോൾ അതിനകത്തൊരു തീരുമാനമായിട്ടില്ല. പിന്നെ ഈ ഏറ്റവും കൂടുതൽ ബലം പിടിച്ചിരുന്നത് ഈ അമേരിക്ക ഇറാനെ വരട്ടിയിരുന്നത്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല, ന്യൂക്ലിയർ കേപ്പബിലിറ്റി നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അവിടെയുള്ള ഡിസ്മാൻഡിൽ ചെയ്യണം ആ ടെക്നോളജി, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നാണ് പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്താ പറ്റുന്നത് വെച്ചപ്പോൾ ഇയാളും ട്രംപിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ പറയണ അനുസരിച്ചിട്ടാണെങ്കിൽ ഡീല് പലവട്ടം വന്നു കഴിഞ്ഞാണ്, ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഡീലൊക്കെ കൊള്ളാം, പക്ഷേ ഈ എന്താ ലെബനനിൽ, സദേൺ ലെബനനിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. കാരണം ഇറാൻ ഇന്നും എപ്പോഴും ഹെസ്ബുള്ള ഭീകരവാദികളെ ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇല്ലാതാവണ വരെ, ഹെസ്ബുള്ള അവിടെ നിന്ന് പോണത് വരെ, സദേൺ ലെബനനിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ വിടുന്ന പ്രശ്നമില്ല. ഞങ്ങളെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കും, ശക്തിയായിട്ട് തിരിച്ചടിക്കുന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ ഡീല് വരിക? എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായിട്ട് അവശേഷിക്കും? ഇത് നിർത്തിക്കൊണ്ടൊരു ഡീലുണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ഹോർമസിലൂടെ എങ്ങനെ കപ്പലുകളിൽ പോകും? ലോകത്തിൻ്റെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും? ഇത് അനിശ്ചിതമായിട്ട് ഇങ്ങനെ തുടരാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയില്ല. അവർ പറയണത്, ഇറാൻ പറയണത് ഫെബ്രുവരി 28 മുമ്പുള്ള ഹോർമസ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല ഇനി. അവർ പൈസ മേടിക്കും, അതുവഴി കടന്നു പോകണതിനൊക്കെ കാശ് കൊടുക്കണം. വട്ടിപ്പണം എന്താ പറയുക, ഗുണ്ടാപിരിവ് നടത്തുന്ന പോലെ പൈസ മേടിച്ചിട്ടേ വിടുള്ളൂ അവർ. അപ്പോൾ അത് നിർത്തലാക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കണില്ലെങ്കിൽ, അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് സാധിക്കണില്ലെങ്കിൽ, അത് അവരുടെ പരാജയമല്ലേ കാണിക്കണേ? പിന്നെ ഡീൽ എവിടെയാണ്? പിന്നെ ഈ യുദ്ധം വന്ന് ഹോർമസ് സ്ട്രെയിറ്റിൽ ഇത് പൈസ ചാർജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കപ്പലുകളെ മാത്രമേ അതുവഴി കടത്തി വിടുള്ളൂ എന്ന് സിറ്റുവേഷൻ വന്നപ്പോഴാണ് ലോകത്ത് മുഴുവൻ ഒരു എണ്ണ പ്രതിസന്ധി ഉണ്ടായിരിക്കണം. അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 28 മുമ്പ് ഹോർമസ് സ്ട്രെയിറ്റിൽ എങ്ങനെയായിരുന്നു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. അത് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. അപ്പോഴും ഈ പ്രശ്നം തന്നെ, എവിടെയാണ് ഡീല് വരുന്നത്? എപ്പോഴും എവിടെ എന്ത് ഡീലാണ് വരുന്നത്? അപ്പോൾ ബി പറയുന്നു, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു,
ഈ ഡീലിന് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെല്ലാം വളരെ പ്രശംസനീയമാണ്, ഉടനെ തന്നെ ഡീല് വരും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നെതന്യാഹു പിന്തുണയ്ക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈ ഡീല് ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലേ? അപ്പോൾ അതിപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ വളരെ നല്ല കാര്യം, അങ്ങനെ ഒരു കരാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? പക്ഷേ അത് എന്താ പറയണ, ഒരു പുതിയ ഒരു പ്രഭാതത്തിന് വഴിതെളിക്കുകയായിരിക്കും, ഒരു എവർലാസ്റ്റിംഗ് പീസ് ഉണ്ടാക്കുവാൻ സാധിക്കുമായിരിക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ പറ്റൂല. അത് അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ മുതിർന്ന ഇസ്രായേലി ഒഫീഷ്യൽസൊക്കെ പറയണത് എന്താണെന്നറിയാമോ? അവരെല്ലാവരും സമാധാന കരാറിനെ ഒരുമാതിരി സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഈ കരാർ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. കാരണം ഈ ഇറാൻ്റെ ആവശ്യങ്ങൾ മൊത്തം അമേരിക്ക അംഗീകരിച്ചു കൊടുക്കണം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഡീലിനകത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലെബനനിൽ ഹെസ്ബോളയുടെ പ്രശ്നം വരുന്നുണ്ട്. ഈ സദേൺ ലെബനനിൽ നിന്ന് ഞങ്ങൾ പിന്മാറൂല. ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഹെസ്ബോളനെ ഉപയോഗിച്ചിട്ടാണ് യുദ്ധം ചെയ്യണത്, തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത്, വാടക കൊടുത്ത് ഇത് ചെയ്തേക്കുക, എന്താ പറയണതിന് സബ്ലെറ്റ് ചെയ്തേക്കുക ഭീകരവാദി പ്രവർത്തനം മുഴുവനും. അവർ സമ്മതിക്കുമോ? ഇസ്രായേലുകാർ സമ്മതിക്കുമോ? അവർ ഹെസ്ബോള രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ഒരു മിഷനോട് കൂടിയാണ്, ഇസ്രായേലിനെ തകർക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് വേൾഡ് ഫ്രീ ഓഫ് ഇസ്രായേലിന് അല്ലെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിന് പകരം ഇപ്പോൾ ഹെസ്ബോള പറഞ്ഞുകൊണ്ട് നടക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എവിടെ സമാധാനം ഉണ്ടാവണല്ലേ? അപ്പോൾ ശരിയാണ്, ഈ സമാധാനം എവിടെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട്. അത് ഈ പറയുന്ന ഹോർമൂസിലൂടെ എണ്ണ ഇങ്ങോട്ട് എത്താത്തതിൻ്റെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ത്യക്ക് കയറി യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ത്യക്ക് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ രീതിയിൽ പരിഹാരം കാണാതെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ പരിഹാരം കാണലാണ് ഇനി അടുത്ത മാർഗം. അതിനെന്ത് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. സമാധാനത്തിലേക്ക് അമേരിക്കയും ഇറാനും പോയില്ലെങ്കിൽ പിന്നെന്താണ്? നമുക്ക് ഇന്ത്യയും UAE ആയിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. UAEയുടെ അവർ റിഫൈൻ അവർ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ മുഴുവൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാനും ഇന്ത്യയിൽ റിഫൈൻ ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യക്കുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയുടെ ഓയിൽ റിക്വയർമെൻറ്റ്സ് കുറേ അവരെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ റഷ്യ എന്നുള്ള എണ്ണ മേടിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒമാനൊക്കെ ആയിട്ട് ചർച്ച നടത്തി അവിടെ നിന്നുള്ള എണ്ണ മേടിക്കുക. മറ്റ് പല രാജ്യങ്ങളുണ്ട്, ഇറാനുമായിട്ട് നല്ല സൗഹൃദത്തിലല്ലാത്ത രാജ്യങ്ങളുണ്ട്, അതുവഴി അവരിൽ നിന്ന് എണ്ണ മേടിക്കുക. പക്ഷെ ആ എണ്ണ എങ്ങനെ ഹോർമസ് സ്ട്രൈറ്റ് വഴി അല്ലാതെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഉള്ളത് എന്താ, ഈസ്റ്റേൺ സൈഡിൽ കൂടിയുള്ള സീ റൂട്ട് വഴി എണ്ണ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത് റഷ്യ മാത്രമല്ലാണ്ട് വേറെ പല രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അമേരിക്കയുടെ അടുത്ത് നിന്ന് എണ്ണ ഉണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ അടുത്ത് നിന്ന് മേടിക്കായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊക്കെ ഈ ബൈലാറ്ററൽ ചർച്ചകൾ നടത്തിയിട്ട് ഈ നേഷൻ ടു നേഷൻ അതുവഴിയുള്ള കച്ചവടം മാത്രമേ ഇനിയുള്ള കാലത്ത് നടക്കുകയുള്ളൂ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. കാരണം ഒരു മൊത്തം ഒരു 100% സുരക്ഷിതത്വം ഇറാനും അമേരിക്കയും തമ്മിലൊരു അങ്ങനെ ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പിടുന്ന കാര്യം സംശയമാണ്. അവർ അഗ്രിമെൻ്റ് ഒപ്പിടുന്നൊക്കെ പറയും, പക്ഷേ ഇതെന്നും ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ചെയ്യാവുന്നത്, ഇന്ത്യയിലെ പ്രധാനമന്ത്രി പല വിദേശ രാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് സന്ദർശിച്ച് അവരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പോയത് കുടുംബത്തിനെയൊന്നും കൊണ്ടല്ല. ഹോളണ്ടിൽ പോയി, നെതർലാൻഡ്സിൽ പോയി, മറ്റേ ഇതൊക്കെ മഴ വെള്ളപ്പൊക്കം വന്ന് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പഠിക്കാൻ പോയത് കാര്യമായിട്ടാണ് പോയത്. ഇപ്പം ഇവിടുന്ന് മറ്റേ ഓരോരുത്തർ ഭാര്യേനെയും മക്കളെയും കൊച്ചുമക്കളെയും മോളുടെ 3ാമത്തെ കെട്ടിയാനെയും അവരൊക്കെ കൊണ്ട് ഓരോരുത്തർ പോയിട്ട് എന്തൊക്കെ കൊണ്ടുവന്നു. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നെതർലാൻഡ്സിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്താ കൽപസാർ പ്രൊജക്റ്റിന് ജീവൻ വെച്ചു. അതെ, 10-50 വർഷമായിട്ട് സ്റ്റക്കായി കിടക്കുന്ന പ്രൊജക്റ്റാണ്. ഇപ്പോൾ അവരുടെ സഹായത്തോടു കൂടി കൽപസാർ പ്രൊജക്റ്റ് വരാൻ പോവുക. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സമുദ്രത്തിനുള്ളിൽ വരാൻ പോകുന്നു. 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡാം പണിയുന്നു. അതിൽ കൂടി 260-300 കിലോമീറ്റർ ദൂരമുള്ള സൗരാഷ്ട്രയും സദേൺ ഗുജറാത്തുമായിട്ടുള്ള ദൂരം 60 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങാൻ പോകുന്നു. ഇതൊക്കെയാണ് ഈ
എന്താണ് ടാഞ്ചിബിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ നമുക്ക് ഫീൽ ചെയ്യാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വിദേശങ്ങളിൽ പോയി ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുന്നത്. അപ്പം അല്ലാണ്ട് ഭാര്യ മക്കളെയും പിന്നെ കൊച്ചുമക്കളെയും കെട്ടിയവനെയും അല്ല മരുമക്കളെയും കൊണ്ട് നടക്കാനല്ലല്ലോ. അല്ല, അപ്പം അത് ഇന്ത്യക്ക് അവർ പരിഹരിക്കും ആ പ്രശ്നം. അതെങ്ങനെയെങ്കിലും പരിഹരിക്കും. ലോകത്ത് മുഴുവൻ ഒരു എണ്ണയുടെ പ്രതിസന്ധിയുണ്ട്, വളരെ ഒരു ക്രൈസിസ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ LPGയുടെ ഷോർട്ടേജും പെട്രോളിനും ഡീസലിനും വില കൂടിയിരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. മാക്സിമം അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് എണ്ണയുടെ വില കുറച്ച് നിർത്താനായിട്ട്. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ വില കൂട്ടിയേ പറ്റും. 4 വർഷമായിട്ട് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൂടി പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണത്. അർഹിക്കേണ്ട അടുത്ത് അത് അവരെയൊക്കെ അംഗീകാരം അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല കാര്യം, ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വില കൂടിയാലും കുറച്ച് കുഴപ്പമില്ല. ഇപ്പം മിൽമയുടെ പാലിന് എത്ര വില കൂടിയിട്ടുണ്ട് ലിറ്ററിന്? ആരും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടിയിട്ടില്ല, കോൺഗ്രസ്സുകാരും മിണ്ടിയിട്ടില്ല. പെട്രോളിന് വില കൂടി. എന്നിട്ട് ഇപ്പോഴും വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ അവിടെ ബോർഡ് എഴുതി വെച്ചാൽ പെട്രോൾ ബങ്കിൽ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇവർക്ക് അല്ല, ഇവിടെ റിഫൈനറിയിൽ നിന്ന് ഇവർക്ക് പെട്രോൾ കിട്ടണ എത്ര രൂപയ്ക്കാണ്, അതിൽ ടാക്സ് എത്രയാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സും മന്ത്രിമാരൊക്കെ ഗോപി വരയ്ക്കും. അതെ. അതല്ല സാർ, ഫ്ലക്സി ഫ്യൂൽ വെഹിക്കിൾസ് കൂടെ വരികയാണ്. അതായത് 85 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. സംസ്ഥാനം കൂടെ നികുതി 0 ആക്കുകയാണെങ്കിൽ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അല്ല, പോകുന്നത്. അതാണ് പറഞ്ഞു തന്നെ. അവർ ഈ എന്താണ് പറയുന്നത്, ടാക്സ് ഘടനയില്ലേ, അത് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ വളരെ കുറച്ച് വിലയ്ക്ക് വിൽക്കാൻ പറ്റും ഇന്ത്യയിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.